നമസ്തേ. ഇന്ന് നമ്മൾ ധൃതരാഷ്ട്ര പ്രവൃജ്യ എന്ന് പറയുന്ന ലേഖനമാണ് നോക്കുന്നത്. ജ്ഞാതിവധത്തിന് പ്രായശ്ചിത്തമായി നടത്തിയ അശ്വമേധം കഴിഞ്ഞു. യുധിഷ്ഠിരൻ രാജ്യഭരണം തുടങ്ങി. ധൃതരാഷ്ട്രയെ മുൻനിർത്തിയാണ് അദ്ദേഹം ഏത് കാര്യവും നടത്തിപ്പോകുന്നത്. പാണ്ഡവന്മാരെല്ലാവരും യുധിഷ്ഠിരൻ്റെ നിർദ്ദേശപ്രകാരം എപ്പോഴും ചെന്ന് ആ കുരുവൃദ്ധൻ്റെ കാൽ വണങ്ങി. പുത്രവിഹീനനായ ഇദ്ദേഹത്തിന് ഒരല്ലലും തോന്നുവാനിടയാകരുതെന്ന് യുധിഷ്ഠിരൻ നിഷ്കൃഷ്ടമായി ആജ്ഞാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമെന്തോ അതൊക്കെ നിർവിചാരം നിറവേറ്റപ്പെട്ടു. സാമന്തന്മാർ വന്ന് പണ്ടത്തെ പോലെ അദ്ദേഹത്തെ ഉപാസിച്ചു. കുന്തി തുടങ്ങിയ പാണ്ഡവ സ്ത്രീകൾ ഗാന്ധാരിയുടെ അടുക്കൽ കുരുവൃത്തി അനുഷ്ഠിച്ചു. വ്യാസനും കൂടെ കൂടെ വന്ന് ധൃതരാഷ്ട്രയെ കണ്ട് പല കഥകളും പറഞ്ഞു. യുദ്ധം കഴിഞ്ഞു, മക്കളെല്ലാം മരിച്ചു. ദുഃഖിതനായിരിക്കുന്ന ധൃതരാഷ്ട്രയുടെ ദുഃഖം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാം കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാണ്. കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. ഭീമൻ മാത്രം ധൃതരാഷ്ട്രയെ കാണുമ്പോഴെല്ലാം ദൗർമനസ്യം കൊണ്ടു. ആ വീരൻ്റെ മനസ്സിൽ നിന്ന് ധൃതരാഷ്ട്രയുടെ ദുർബുദ്ധി കൊണ്ടുണ്ടായ ദ്യൂതകഥ മാഞ്ഞുപോയില്ല. ആ അന്ധദമ്പതിമാർ ദുഃഖം വെടിഞ്ഞ് പാണ്ഡവരോട് പ്രീതിയോടെ പെരുമാറി അവർക്ക് മംഗളം ആശംസിച്ചു. ധൃതരാഷ്ട്രം യുധിഷ്ഠിരനും തമ്മിലുള്ള പ്രീതിയിൽ ആരും ഒരു വിടവ് കണ്ടില്ല. ധൃതരാഷ്ട്രർ സ്വപുത്രൻ്റെ ബുദ്ധിമോശത്തെക്കുറിച്ച് നിത്യവും അനുതപിച്ചു. എന്നാൽ അങ്ങനെ അനുതപിക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കണം, അങ്ങനെ അനുതപിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഭീമസേനനെ മനസ്സുകൊണ്ട് വെറുത്തു. അതുപോലെ ഭീമനും ഗൂഢമായി ധൃതരാഷ്ട്രർക്ക് പല ചില്ലറ അപ്രിയങ്ങളും ചെയ്തു തുടങ്ങി. അദ്ദേഹം ചിലപ്പോൾ ആളുകളോട് ധൃതരാഷ്ട്ര കേൾക്കെ ഉറക്കെ കൈകൊട്ടിക്കൊണ്ട് പറയും, ഇതാ ഇരുമ്പുലക്ക പോലുള്ള എൻ്റെ കൈകൾ, ഇവയുടെ ഇടയിൽപ്പെട്ടിട്ടാണ് ആ കുരുടൻ രാജാവിൻ്റെ മക്കൾ 100 കാലനൂർക്ക് പോയത്. മറ്റും കാലഭേദം അറിയുന്ന ഗാന്ധാരി അത് കേട്ട് സഹിച്ചു. എന്നാൽ താൻ പണ്ട് വിതുരപ്രഭൃതികളുടെ ഹിതോപദേശങ്ങൾ ഒന്നും ചെവിക്കൊള്ളാത്തതിനെപ്പറ്റി ഓർത്തോർത്ത് വിഷാദിച്ചിരുന്ന ധൃതരാഷ്ട്രക്ക് ഭീമൻ്റെ ദുർവാക്കുകൾ സഹിക്കവയ്യാതായി. ക്രമേണ അദ്ദേഹം 4ഉം 8ഉം നേരെ കൂടുമ്പോൾ വല്ലതും കഴിച്ച് ദാഹമടക്കുകയല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാതെയായി. വെറും നിലത്ത് ദർഭയും മരൗരിയും വിരിച്ച് കിടക്കുകയായി. പക്ഷേ ഇത് ഗാന്ധാരി മാത്രമേ അറിഞ്ഞുള്ളൂ. യുധിഷ്ഠിരൻ അറിഞ്ഞാൽ അദ്ദേഹം വല്ലാതെ വ്യസനിക്കുമല്ലോ എന്നവർ ഭയപ്പെട്ടു. ഒടുക്കമൊരിക്കൽ ധൃതരാഷ്ട്ര യുധിഷ്ഠിരനെ വിളിച്ച് പറഞ്ഞു, ഉണ്ണി, ഞാൻ ഇത്രകാലം നിന്റെ ശുശ്രൂഷയിൽ സുഖമായിരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടുന്ന ശ്രാദ്ധദാനാദികളും നടത്തി. നേരിട്ട് നിന്ന് പൊരുതി പരലോകം പുകിയ അവർക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി എനിക്കും ഗാന്ധാരിക്കും വേണ്ടി പുണ്യം നേടേണ്ടിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്റെ അനുവാദത്തോടു കൂടി കാട്ടിലേക്ക് പോകട്ടെ. ഞാൻ കാട്ടിൽ ഗാന്ധാരിയോടുകൂടി മരവുരിയും മാന്തോലും ധരിച്ചിരുന്ന് നിന്നെ ആശീർവദിച്ചു കൊള്ളാം. നമ്മുടെ കുലത്തിലെ പതിവും ഇതാണല്ലോ. പ്രായമായാൽ പുത്രനിൽ ഐശ്വര്യം സമർപ്പിച്ച് വനം പോകുക. വാനപ്രസ്ഥത്തിന് പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിന് പോവുകയാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. യുധിഷ്ഠിരന് ധൃതരാഷ്ട്ര അന്തർഗന്ധം മനസ്സിലാകായികയല്ല. ആ വൃദ്ധൻ ആ രാജകുലത്തിൽ മിക്കതും ഉപവാസമായി വെറും നിലത്ത് കിടന്ന് കഴിയുകയാണെന്ന് മനസ്സിലാക്കി. അതെല്ലാം എടുത്തു പറഞ്ഞ് അദ്ദേഹം വലിയച്ഛൻ്റെ അടുക്കൽ വളരെ വിലപിച്ചു. ഇത് അങ്ങയുടെ രാജ്യമാണ്. അങ്ങയുടെ ഔരസപുത്രനായ യുത്സുവോ മറ്റാരെങ്കിലുമോ രാജ്യം വാഴട്ടെ. ഞാൻ പൊയ്ക്കൊള്ളാം കാട്ടിലേക്ക്. അതായത് യുത്സു എന്ന് പറയുന്നത് ഈ ധൃതരാഷ്ട്രക്ക് ഗാന്ധാരിക്ക് കുട്ടികളുണ്ടാകാതിരുന്ന സന്ദർഭത്തിൽ ധൃതരാഷ്ട്ര ഒരു വേശ്യാസ്ത്രീയായിരുന്നു. അവരെ പ്രാപിച്ചു. അവരിലുണ്ടായ മകനാണ് യുത്സു എന്ന് പറയുന്നത്. അപ്പോൾ യുത്സുവിന് ഔരസപുത്രനാണല്ലോ, സ്വന്തം ഉദരത്തിൽ നിന്നുണ്ടായവനാണ് അവനും. അപ്പോൾ അവനെ രാജ്യം ഏൽപ്പിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ കാട്ടിലേക്ക് പോവാം, ഈ രാജ്യം അങ്ങയുടേതാണ് എന്ന് ഹിതം പറഞ്ഞു നോക്കി ധൃതരാഷ്ട്രരോട് ധർമ്മപുത്രൻ എന്ന് പോലും പറഞ്ഞു. എന്തായാലും ധൃതരാഷ്ട്ര തൻ്റെ നിശ്ചയത്തിൽ നിന്ന് ഇളകിയില്ല. എന്നല്ല, ഉപവാസങ്ങളാൽ എല്ലും തോലുമായി ശോഷിച്ചിരുന്ന അദ്ദേഹം സംസാരിച്ചിരിക്കുന്നതിനിടയിൽ മോഹാലസ്യപ്പെട്ട് വീഴുക പോലും ഉണ്ടായി. അപ്പോഴേക്ക് വ്യാസൻ വന്ന് സാന്ത്വം പറഞ്ഞ് ഒടുവിൽ യുധിഷ്ഠിരന് അവരെ പോകാൻ അനുവദിക്കേണ്ടി വന്നു. പോകുന്നതിന് മുമ്പ് പ്രജകളെ വരുത്തി യാത്ര പറയണമെന്ന് ധൃതരാഷ്ട്ര ആഗ്രഹിച്ചു.
കുരുജാങ്കലത്തിലെ ചാതുർവർണ്ണ്യം മുഴുവൻ വരുത്തപ്പെട്ടു. ധൃതരാഷ്ട്ര പുറത്തു വന്ന് അവരോട് പറഞ്ഞു, നിങ്ങളും കുരുക്കളും വളരെ കാലമായി ഒന്നിച്ചു കഴിയുന്നു. നാം പരസ്പര സുഹൃത്തുക്കളും പരസ്പര ഹിതത്തിൽ തൽപരരുമാണ്. ഇപ്പോൾ ഞാനും പത്നിയും വ്യാസൻ്റെയും യുധിഷ്ഠിരൻ്റെയും അനുമതിയോട് കൂടി കാട്ടിലേക്ക് പോകാൻ വിചാരിക്കുകയാണ്. നിങ്ങളും അത് അനുവദിക്കുമാറാകണം. യുധിഷ്ഠിരൻ വാഴുന്ന ഈ രാജ്യത്ത് ദുര്യോധനൻ വാണ കാലത്തേക്കാൾ അധികം എന്ന് പറയാം ഞാൻ സുഖമായിരുന്നു അനുഭവിച്ചു. ഇനി എനിക്ക് കാടാണ് നല്ലത്. അത് നിങ്ങൾ സമ്മതിക്കണം. ഇത് കേട്ട ആളുകളൊക്കെ കരഞ്ഞതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല. ധൃതരാഷ്ട്ര വീണ്ടും ചന്ദനു മുതൽക്കുള്ളവരുടെ സൽഭരണത്തെ അനുസ്മരിച്ചുകൊണ്ട് തുടർന്നു. എൻ്റെ പുത്രൻ ദുര്യോധനൻ്റെ ഭരണത്തിൽ വലിയൊരു ക്ഷത്രിയ നാശം നേരിട്ടു. അത് നിങ്ങൾ വിസ്മരിക്കുമാറാകണം. ഞാനിതാ കൈകൂപ്പുന്നു. വൃദ്ധരായി മക്കളൊക്കെ മരിച്ച് ദുഃഖിതരായിരിക്കുന്ന ഞങ്ങൾക്ക് അനുവാദം തരിക. ഈ യുധിഷ്ഠിരനെ നിങ്ങൾ വേണ്ടും പോലെ ആദരിക്കണം. ബ്രഹ്മതുല്യനായ അയാളെ നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കുന്നു. നിങ്ങളെ അയാളുടെ പക്കലും. എൻ്റെ മക്കളും എന്നെ സംബന്ധിച്ചവരും നിങ്ങൾക്ക് വല്ല അനിഷ്ടവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണം. ലുപ്തരും കാമചാരികളുമായ അവർക്ക് വേണ്ടി ഞാൻ ഗാന്ധാരിയോട് കൂടി യാചിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജനങ്ങളോട് മുഴുവൻ മാപ്പപേക്ഷിച്ചിട്ട് അവർക്ക് അനുവാദം നൽകണമെന്ന് പറഞ്ഞു. കാട്ടിലേക്ക് പോകാനുള്ള അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചു. ശോകവ്യാകുലരായ ജനങ്ങൾ ഒടുക്കം തങ്ങളുടെ മറുപടി പറവാൻ വേണ്ടി വിദഗ്ധനായ ഒരു ബ്രാഹ്മണനെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹം പറഞ്ഞു, തമ്പുരാനി, അവിടുന്ന് പറഞ്ഞതെല്ലാം ശരിയാണ്. നമ്മൾ തമ്മിൽ സൗഹാർദ്ദമുണ്ടെന്ന് പറഞ്ഞതിൽ വീഴ്ചയില്ല. ഈ വംശത്തിൽ പ്രജകൾക്ക് അപ്രിയം ചെയ്ത ഒരു രാജാവും ഉണ്ടായിട്ടില്ല. അവിടുന്ന് വ്യാസോപദേശമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. ഞങ്ങൾ അവിടുത്തെ അനേകം ഗുണങ്ങൾ ഓർത്ത് വ്യസനിച്ചിരിക്കും. യുധിഷ്ഠിരൻ്റെ വാഴ്ചയിൽ ഞങ്ങൾ ഏറെക്കാലം സുഖിച്ച് കഴിയും. അവിടുന്നും അവിടുത്തെ പുത്രനും ഞങ്ങൾക്ക് ഒരു അനിഷ്ടവും ചെയ്തിട്ടില്ലെന്ന് തീർത്തു പറയുന്നു. ആ ജ്ഞാതികലഹമുണ്ടായതാകട്ടെ മറ്റാരുടെയും കുറ്റമല്ല. അത് വിധി മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. അതാർക്കും തടുക്കുവാനാവില്ലല്ലോ. അതുകൊണ്ട് ധർമാത്മാവായ അവിടുത്തെ ഞങ്ങൾ അനുവദിക്കുന്നു. നമസ്തേ പുരുഷാർഭ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? യാത്രയാക്കാൻ അവർ തയ്യാറായി. ജനങ്ങൾ ആ ബ്രാഹ്മണൻ്റെ വാക്കുകൾ അനുമോദിച്ചു പിരിഞ്ഞു. ധൃതരാഷ്ട്ര ഭീഷ്മാദികളായ ജ്ഞാതികളുടെയും പുത്രന്മാരുടെയും പേരിൽ ഒരിക്കൽ കൂടി ശ്രാദ്ധദാനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. യുധിഷ്ഠിര അർജുനാദികൾ അത് സസന്തോഷം സമ്മതിച്ചു. ഭീമൻ മാത്രം ഓർത്തുനിന്നു. ഭീമൻ അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞത്. വീണ്ടും ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത് ഭീമൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഭീമന് ദേഷ്യം വന്നു. അതാണ്. അദ്ദേഹത്തോട് അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, പണ്ട് നാം അദ്ദേഹത്തോട് യാചിച്ചു, ഇന്ന് അദ്ദേഹം നമ്മോട് യാചിക്കുന്നു. ഈ കാലവിപര്യയമോർത്ത് ജ്യേഷ്ഠൻ സമ്മതിക്കണം. ഇല്ലെങ്കിൽ അത് അയശസ്യവും അധർമ്മവുമാകും എന്ന് ഭീമനോട് അർജുനൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ഭീമൻ ചുണ്ടിയെടുത്ത് പറഞ്ഞു, ഭീഷ്മ പിതാമഹനും മറ്റും വേണ്ടുന്ന ദാനങ്ങൾ നാം തന്നെ നൽകിയല്ലോ. കർണനും നൽകുമല്ലോ. കർണന് കുന്തിയും. ധൃതരാഷ്ട്ര ആർക്ക് കൊടുക്കേണ്ട എന്നാണ് എൻ്റെ പക്ഷം. നമ്മെ ശത്രുക്കൾ നിന്ദിക്കരുതല്ലോ. ദുര്യോധനാദികൾ നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകട്ടെ. ഇത് കേട്ട് യുധിഷ്ഠിരനെ ശകാരിച്ചു, മിണ്ടാതിരിക്കെ. ധൃതരാഷ്ട്ര കാർത്തിക മാസത്തിൽ 10 ദിവസം ആഗ്രഹിച്ചതുപോലെ ദാനധർമ്മങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് വൽക്കലജിനങ്ങൾ ധരിച്ച് എല്ലാം ത്യജിച്ചു. വിതുരരോടും സഞ്ജയനോടും കൂടി, സഞ്ജയൻ അറിയാമല്ലോ, സഞ്ജയൻ ഇവിടെ മന്ത്രിയാണ്, സഞ്ജയനോടും കൂടി ഹസ്തിനപുര രാജധാനിയിൽ നിന്നിറങ്ങി. മുമ്പിൽ കുന്തിയുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് ഗാന്ധാരിയുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് ധൃതരാഷ്ട്രം, ദ്രൗപദി, സുഭദ്ര, കൊച്ചു പൈതലായ പരീക്ഷിത്തിനെ എടുത്തുകൊണ്ട് ഉത്തര മുതലായ കൗരവ സ്ത്രീകളും പാണ്ഡവരുമെല്ലാം കൂടെ ഇറങ്ങി. അവരുടെ കരച്ചിൽ കേട്ട് വന്നു ചേർന്ന നഗരവാസികളും കൂട്ടത്തോടെ പിന്തുടർന്ന് ചെന്നു. അപ്പോൾ ഒരു വാനപ്രസ്ഥത്തിന് പുറപ്പെടുകയാണ് എല്ലാവരും. ആദ്യം കുന്തിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഗാന്ധാരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ധൃതരാഷ്ട്രം. അങ്ങനെ അവർ യാത്ര തുടങ്ങി. നഗരത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ധൃതരാഷ്ട്ര പ്രജകളെ തിരിച്ചയച്ചു. പിന്നെ യുധിഷ്ഠിരൻ്റെ അന്തഃപുര സ്ത്രീകളെ തിരിച്ചയപ്പാൻ ഉദ്ദേശിച്ച കുന്തിയോട് പറഞ്ഞു, അമ്മ ഇനി മടങ്ങിക്കോളൂ, ഞാൻ അച്ഛനെ അനുഗമിക്കാം. അമ്മ വധുമാരോട് കൂടി അന്തഃപുരത്തിലേക്ക് പൊക്കൊള്ളൂ എന്ന് പറഞ്ഞു. കണ്ണുനീർ നിറഞ്ഞ കണ്ണുമായി ഗാന്ധാരിയെയും കൊണ്ട് നടക്കുന്ന കുന്തി പറഞ്ഞു, മഹാരാജാവേ, സഹദേവനിൽ നിനക്കൊരിക്കലും അനിഷ്ടം തോന്നരുത്. സഹദേവൻ എന്ന് പറഞ്ഞാൽ മാദ്രിയുടെ മകനാണ്. നകുലനും സഹദേവനുമാണല്ലോ മാദ്രിയുടെ മക്കൾ.
അതിൽ ഇളയവൻ, ഏറ്റവും ഇളയവൻ സഹദേവനോട് നിനക്കൊരിക്കലും അനിഷ്ടം തോന്നരുത്. യുദ്ധത്തിൽ പിന്മടങ്ങാത്ത കർണനെ എപ്പോഴും ഓർക്കണം. അവനെ കാണാതായിട്ടും നൂറായി നുറുങ്ങാത്ത എൻ്റെ ഹൃദയം ഇരുമ്പാണ്. ഇനി എനിക്കെന്ത് ചെയ്യാനുണ്ട്? കർണൻ എൻ്റെ പുത്രനാണെന്ന് അറിയിക്കാഞ്ഞത് എൻ്റെ തെറ്റാണ്. അവനെ ചൊല്ലി നീ സഹോദരന്മാരോട് കൂടി ദാനം ചെയ്യണം. ദ്രൗപദിയുടെ പ്രിയത്തിൽ നിൽക്കണം. ഭീമനെയും അർജുനനെയും നകുലനെയും സന്തോഷിപ്പിക്കണം. നീയാണ് ഇനി കുലത്തിൻ്റെ ഭാരം വഹിക്കുന്നവൻ. ഞാനാകട്ടെ ഈ ശ്വശുരൻ്റെ പാദങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് ശ്വശ്രുവിനൊപ്പം താപസിയായി കാട്ടിൽ താമസിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ കാട്ടിലേക്ക് പോവാണ്, ഞാൻ ഇനി നാട്ടിലേക്കില്ല എന്ന് കുന്തി പറഞ്ഞു. ഇത് കേട്ട് പാണ്ഡവരെല്ലാം വിഷണ്ണരായിപ്പോയി. തെല്ലിട ഒന്നും മിണ്ടാതെ നിന്നതിന് ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു, അമ്മ എന്താണ് ഈ ഭാവിക്കുന്നത്? ഇങ്ങനെ പറയരുത്, ഞാൻ സമ്മതിക്കില്ല. പണ്ട് യുദ്ധോദ്യോഗത്തിൽ വിതുളാവാക്യങ്ങൾ കേൾപ്പിച്ച് ഞങ്ങളെ ഉത്സാഹിപ്പിച്ച് വിട്ടിട്ട്, നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്, ഭഗവത്ദൂത് കഴിഞ്ഞ് വരുമ്പോൾ കൃഷ്ണനോട് കുന്തി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുന്നതാണ് നിൻ്റെ ചുമതല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് വിടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ യുദ്ധസന്നദ്ധനാക്കുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ കൂടുതൽ ഉത്സാഹഭരിതനാക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിടുന്ന കുറച്ച് വാക്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഞങ്ങളെ വിട്ടുപോവുകയോ? അമ്മയുടെ ബുദ്ധിയെ ആശ്രയിച്ചാണ് ഞാൻ രാജാക്കന്മാരെ വധിച്ച് ഈ രാജ്യം നേടിയത്. അമ്മയുടെ ബുദ്ധി ഇന്ന് എവിടെ പോയി? എന്നെ ക്ഷത്രിയധർമ്മത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് അമ്മ അതിൽ നിന്ന് വഴുതി മാറാൻ നോക്കുന്നു. ഞങ്ങളെയും രാജ്യത്തെയും ഈ സ്നുഷമാരെയും പിരിഞ്ഞ് അമ്മ എങ്ങനെ കാട്ടിൽ താമസിക്കാം? പ്രസാദിക്കണേ. അപ്പോഴും കുന്തി കണ്ണുനീർ നിറഞ്ഞുകൊണ്ട് നടക്കുക തന്നെയായിരുന്നു. ഭീമസേനും യുധിഷ്ഠിരനെ പോലെ അമ്മ ഞങ്ങളെക്കൊണ്ട് ഈ പൃഥ്വീനാശം ചെയ്യിപ്പിച്ചത് എന്തിനാണ് എന്നും മറ്റും കെഞ്ചി നോക്കി. ആര് പറഞ്ഞിട്ടും കുന്തി പിന്തിരിഞ്ഞില്ല. ദ്രൗപദിയും സുഭദ്രയും കരഞ്ഞുകൊണ്ട് ശുശ്രുവിനെ പിന്തുടർന്നു. എല്ലാം കണ്ട് കുന്തി പറഞ്ഞു, ശരിയാണ്, പണ്ട് നിങ്ങൾ വിഷണ്ണരായിരിക്കെ ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിച്ചു. ചൂതിൽ നാടുപോയി സുഖത്തിൽ നിന്ന് ഭ്രഷ്ടരായി ബന്ധുക്കളാൽ അപമാനിക്കപ്പെടുന്നു എന്ന് വെച്ചാണ് ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിച്ചത്. പാണ്ഡവിൻ്റെ സന്തതി അറ്റുപോകരുതെന്നും നിങ്ങളുടെ യശസ് കെട്ടുപോകരുതെന്നും വെച്ചാണ് ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിച്ചത്. ദേവതുല്യരായ നിങ്ങൾ അന്യരുടെ മുഖം പാർത്തു നിൽക്കുന്നവരാകരുതെന്ന് വെച്ചാണ് ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിച്ചത്. ജ്യേഷ്ഠാനുവർത്തികളായി നകുല സഹദേവന്മാർ വിശന്ന് വാടിപ്പോകരുതെന്ന് വെച്ചാണ് ഞാനത് ചെയ്തത്. ഈ അന്തസ്സുറ്റ ദ്രൗപദി സഭയിലിട്ട് വലിച്ചിഴയ്ക്കപ്പെടരുതെന്ന് വെച്ചാണ് ഞാനത് ചെയ്തത്. ഭീമ, നിങ്ങളൊക്കെ മിഴിച്ചു നോക്കി നിൽക്കുകയല്ലേ ദുശാസനൻ അത് ചെയ്തത്? അന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഈ കുലം മുടിയാറായി എന്ന്. എൻ്റെ ഈ ശ്വശുരൻ തുടങ്ങിയ കുരുക്കളെല്ലാം ഇരിക്കെ തന്നെ ഇവളെന്നെ ദൈവമേ നാഥനുള്ളൂ എന്ന് വെച്ച് കുരുകിൽപ്പിടയെപ്പോലെ കരയുകയും തലമുടി ചുറ്റിപ്പിടിക്കപ്പെടുകയും ചെയ്തു എന്നറിഞ്ഞ് ഞാൻ അമ്പരന്നു പോയി. എനിക്കുണ്ടായ മക്കളെക്കൊണ്ട് പാണ്ഡുവിൻ്റെ ഈ രാജവംശം നശിച്ചു എന്നാവരുതെന്ന് വെച്ചാണ് ഞാൻ നിങ്ങളെ വിതുളവാക്യങ്ങൾ കൊണ്ട് ഉത്തേജിപ്പിച്ചത്. ഉണ്ണികളെ, ഞാനാകട്ടെ ഭർത്താവിനോടൊപ്പം രാജ്യഫലം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. വലിയ ദാനങ്ങൾ ചെയ്തിരിക്കുന്നു. വിധിയാവണ്ണം സോമപാനം ചെയ്തിരിക്കുന്നു. ഞാനിന്ന് എനിക്ക് വേണ്ടിയല്ല കൃഷ്ണനോടത് പറഞ്ഞയച്ചത്. ഞാൻ അന്ന് എനിക്ക് വേണ്ടിയല്ല അത് കൃഷ്ണനോട് പറഞ്ഞയച്ചത്. എനിക്ക് മക്കൾ നേടി രാജ്യഫലം അനുഭവിക്കണമെന്നില്ല. ഞാൻ തപസ് ചെയ്ത് ഭർത്തൃലോകം പോകുവാനാണ് ഇച്ഛിക്കുന്നത്. യുധിഷ്ഠിര, ഞാൻ കാട്ടിൽ ഈ ശ്വശുരന്മാരെ ശുശ്രൂഷിച്ച് തപസ് ചെയ്ത് ശരീരശോഷണം വരുത്തും. കുരുശ്രേഷ്ഠ, ഭീമാദികളോടുകൂടി മടങ്ങൂ. ധർമ്മത്തിൽ ബുദ്ധി ഉറപ്പിക്കൂ. മനസ്സു മഹത്താകട്ടെ. ഇത് കേട്ട് പാണ്ഡവന്മാർ ലജ്ജിച്ച് അവരെല്ലാവരും ധൃതരാഷ്ട്രയെ അഭിവാദ്യം ചെയ്ത് വിട ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിരൻ്റെ അമ്മ മടങ്ങിക്കൊള്ളട്ടെ. യുധിഷ്ഠിരൻ പറഞ്ഞത് ശരിയാണ്. മഹത്തായ പുത്രൈശ്വര്യം തള്ളി ആരാനും കാട്ടിലേക്ക് പോരുമോ? വിഡ്ഢിയല്ലാതെ. തപസ് രാജ്യത്തിരുന്നും ചെയ്യാം. ഗാന്ധാരി, വധുവിൻ്റെ ശുശ്രൂഷ കൊണ്ട് എനിക്ക് സന്തോഷമായിരിക്കുന്നു. അവളെ മടക്കി അയക്കൂ. ഗാന്ധാരി കുന്തിയോട് ധൃതരാഷ്ട്ര പറഞ്ഞതും താൻ പറയേണ്ടതും പറഞ്ഞു നോക്കി. പക്ഷെ ധർമ്മപരയായ കുന്തിയെ പിന്മടക്കാൻ സാധിച്ചില്ല. പാണ്ഡവരും സ്ത്രീകളും കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോന്നു. ശുണ്ഠി വന്ന പാണ്ഡവരെ പോലും നിരുത്സാഹരാക്കി തള്ളയോട് പിടിച്ചു നിർത്തിയ കന്നുകുട്ടികളെ പോലെയായി. ഇവിടെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് വെളിപ്പെട്ടു വന്ന കുന്തിയുടെ പരിവ്രജ്യാവ്രത നിശ്ചയത്തിന് മുന്നിൽ ധൃതരാഷ്ട്രയുടെ നിഷ്പ്രഭമായി പോയിരിക്കുന്നു. ധൃതരാഷ്ട്ര അവിടെ എല്ലാം പരിത്യജിച്ച് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചല്ലോ, വാനപ്രസ്ഥത്തിലേക്ക്. ഇവിടെ കുന്തി അതിന് തീരുമാനിച്ചപ്പോൾ ധൃതരാഷ്ട്ര ഈ പരിശ്രമം വളരെ നിഷ്ഫലമായി പോയി. കാരണം
കുന്തിക്ക് ചെയ്യേണ്ട കാര്യമില്ല, എന്നിട്ട് പോലും കുന്തി അത് ഏറ്റെടുത്തു എന്നാണ്. എങ്കിലും അതിന് പശ്ചാത്തലമൊരുക്കിയ ധൃതരാഷ്ട്ര പ്രവൃത്തിയെപ്പറ്റി നമുക്ക് ആദ്യം ചിന്തിക്കാം. സ്നേഹമുള്ള ആളുകൾ എന്നേക്കുമായി പിരിയുന്ന ഘട്ടം വ്യസനകരം തന്നെ. ഇവിടെ യുധിഷ്ഠിരാദികൾക്ക് ആ അന്ധദമ്പതിമാരോടും അവർക്കിവരോടും നിർവ്യാജമായ ഭക്തിവാത്സല്യങ്ങൾ ഉണ്ടെന്നുള്ളതും നേര് തന്നെ. എങ്കിലും ശാകുന്തളം 4-ാം അംഗത്തിലേതുപോലെ കേവലം സ്നേഹാർദ്രമായൊരു കരുണരംഗം മാത്രമല്ല ഇത്. ഈ ഇരു കക്ഷികളും ചിരകാലമായി പരസ്പരം വേരുറച്ച വൈമനസ്യത്തെ പറിച്ചു നീക്കി നിതാന്ത ശുദ്ധമായ പിതൃപുത്ര ബന്ധമുറപ്പിക്കുവാൻ പെട്ട പാടെല്ലാം ദയനീയമാവണ്ണം പരാജയപ്പെട്ടതുകൂടി ഈ വേർപാടിൽ ഉൾച്ചേർന്ന് കിടപ്പുണ്ട്. അതായത് ഒരച്ഛനും മകനെ ഉപേക്ഷിച്ചു പോവില്ല, രാജ്യലബ്ധി കിട്ടിയ ഒരു മകനെ ഉപേക്ഷിച്ച്, അല്ലേ? ഇവിടെ ധൃതരാഷ്ട്ര പോവാതെ കുറേ കാലം നിന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പുത്രന്മാരും ഈ പുത്രന്മാരും തനിക്ക് പാണ്ഡുവിൻ്റെ പുത്രന്മാരും തനിക്ക് വ്യത്യാസമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയെങ്കിലും, നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും അദ്ദേഹം നിന്നു കുറേ കാലം. പക്ഷേ അത് വാസ്തവമല്ലല്ലോ. അദ്ദേഹത്തിന് അവരോട് ഇഷ്ടമില്ല. അവർക്ക് തിരിച്ചും, അവരിൽ ചിലർക്കെങ്കിലും തിരിച്ചും അല്ല. അപ്പോൾ അങ്ങനെ ഒരു അവർക്ക് തമ്മിലൊരു പൊരുത്തക്കേട് കിടപ്പുണ്ട്. അതിൻ്റെ അടിയിൽ എത്ര സ്നേഹത്തോടു കൂടി യാത്രയാക്കിയാലും അതിൻ്റെ അടിയിലൊരു പൊരുത്തക്കേടുണ്ട് എന്നാണ്. ധൃതരാഷ്ട്ര തൻ്റെ എല്ലാ ആശാബന്ധങ്ങളും മറ്റുപോയ ഭാരത യുദ്ധാവസാനത്തെ തുടർന്ന് തന്നെ ഈ പ്രവിജ്യയ്ക്ക് ഒരുങ്ങാതെ ഇത്രയും കാലം ഹസ്തിനപുരത്തെ രാജ്യ ഐശ്വര്യങ്ങൾക്കിടയിൽ തങ്ങി നിന്നത് എന്തിനാണ്? തീർച്ചയായും ഭോഗഭുക്തിയിൽ തൃപ്തി വരാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചുകൂടാ. ഭോഗത്തിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിക്കരുത്. തനിക്ക് സ്വന്തം മക്കളോടും അനുജൻ്റെ മക്കളോടുമുള്ള മമത തുല്യമാണെന്നേ അദ്ദേഹം എന്നും ഭാവിച്ചിട്ടുള്ളൂ. അങ്ങനെയാക്കുവാൻ അദ്ദേഹം എന്നും ആഗ്രഹമുണ്ടായിരുന്നു. എന്നിരിക്കെ ആ സ്വപുത്ര വിനാശത്തിന് ശേഷവും ഭ്രാതൃപുത്രന്മാരോടൊപ്പം കഴിഞ്ഞുകൂടിയത് ആ മമതാ സാമ്യത്തെ വെളിപ്പെടുത്താനും തൻ്റെ ഹൃദയത്തെ അതിന് പാകപ്പെടുത്താനുമായിരുന്നിരിക്കണം. സമചിത്തത സമ്പാദിപ്പാനുള്ള ഒരു ഗൃഹതപസ്സാണ് അദ്ദേഹം ഇത്രയും കാലം അനുഷ്ഠിച്ചു പോന്നത് എന്ന സാരം. അതായത് അദ്ദേഹം സമചിത്തത വീണ്ടെടുക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഇത്രയും കാലം നടത്തിയിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം എന്നാണ്. അതോടൊപ്പം ഹൃദയത്തിൽ മുൻകടന്നു നിൽക്കുന്ന സുപുത്ര സ്നേഹത്തെ പിടിച്ച് പിന്നാക്കം തള്ളുവാനും അദ്ദേഹം നിത്യവും അവരുടെ ദുർമതിത്വത്തെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നു താനും. പക്ഷെ അതിൻ്റെ ഫലം 100 പേരെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കിയ ഭീമസേനോടുള്ള വിദ്വേഷത്തിന് വളം വയ്ക്കുക മാത്രമായി. അദ്ദേഹം എത്രമാത്രം തൻ്റെ പുത്രന്മാരുടെ ദുർനടപ്പിനെക്കുറിച്ച് അപലപിച്ചോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭീമനെക്കുറിച്ചുള്ള വൈരാഗ്യം വളർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അതങ്ങനെ അല്ലാതെ വരുമോ? യുദ്ധം കഴിഞ്ഞ് അഭിവാദ്യം ചെയ്യുവാൻ ചെന്ന ഭീമനെ ഗാന്ധാരി പറഞ്ഞ ഈ വാക്കുകൾ നോക്കൂ. ഉണ്ണി, നീ തോൽവി പറ്റാതെ ഈ വൃദ്ധൻ്റെ 100 മക്കളെയും കൊന്നൊടുക്കുമ്പോൾ കുറച്ചു മാത്രം കുറ്റം ചെയ്ത ഒരുവനെയെങ്കിലും ബാക്കി വയ്ക്കാത്തതെന്തേ? ഗാന്ധാരി ചോദിച്ചതാണ്. ഈ 2 കുരുടന്മാർക്ക് ഒറ്റ കൈവടി വിട്ടേക്കാത്തതെന്തേ? ഒരു ഊന്നുവടിയെങ്കിലും നീ വെക്കാത്തതെന്താ എന്നാണ്. ഞങ്ങളുടെ മക്കളെ കൊന്ന നീ ഒരാൾ ബാക്കിയായതിലും ഞാൻ ദുഃഖിക്കില്ലായിരുന്നു. നീ ധർമ്മമനുസരിച്ചാണ് അത് ചെയ്തിരുന്നതെങ്കിൽ. ഭീമനോട് ഗാന്ധാരി പറഞ്ഞാണ്, നീ അധർമ്മത്തിലാണ് എൻ്റെ മക്കളെ കൊന്നത്. അതിൽ ഒരുത്തനെയെങ്കിലും, ഒരു കുറച്ചെങ്കിലും ധർമ്മം അനുഷ്ഠിച്ച ഒരുത്തനെയെങ്കിലും നീ വെച്ചില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അത് നീ ചെയ്തില്ല, അത് തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇതുപോലെ ധൃതരാഷ്ട്ര വിജയികളായ പാണ്ഡവരെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ചെയ്തത് എന്താണെന്ന് ഓർക്കൂ. ധർമ്മജ്ഞനായ കൃഷ്ണൻ ഭീമനാണെന്നും പറഞ്ഞ് നീക്കിക്കൊടുത്ത കാരിരുമ്പിൻ പ്രതിമയെ വാത്സല്യഭാവത്തിൽ മുറുകെ ആലിംഗനം ചെയ്ത് തരിപ്പണമാക്കുകയാണല്ലോ അദ്ദേഹം ചെയ്തത്. അത്രയ്ക്ക് അഗാധമായ ആ ദമ്പതിമാരുടെ ദുഃഖാമർഷങ്ങളെ പോക്കുവാൻ ആർക്കെങ്ങനെ സാധിക്കും? കുറച്ച് നാൾ നാട്ടിൽ താമസിച്ച ഇവർ കൊടുക്കുന്ന സുഖസൗകര്യങ്ങളിൽ താമസിച്ച അവരുടെ ദുഃഖവും അമർഷവും ഇല്ലാതെയാവുമോ? ഒരിക്കലും ഇല്ലാതാവത്തില്ല. അവരുടെ ഉള്ളിൽ അത് അതിശക്തമായിട്ടുണ്ട്. ഒരു കക്ഷി അങ്ങനെ ഇരിക്കുമ്പോൾ മറുകക്ഷിയിൽ അതിൻ്റെ പ്രതികരണം ഉണ്ടാകാതിരിക്കുക അസംഭവ്യമാണല്ലോ. ഈ പരമാർത്ഥം വ്യാസൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇരുകക്ഷിയും തമ്മിലുള്ള പ്രീതിയിൽ ആളുകൾ ഒരു വിടവും കാണാതിരുന്നപ്പോഴും അവർക്ക് തമ്മിലുള്ള ദൗർമനസ്യത്തിൽ 1/5 തീരാതെ കിടന്നു. 1/5 ഭീമൻ്റേതെങ്കിലും. അതുതന്നെയാണ് ആ ദുഃഖകരമായ വേർപാടിൽ കലാശിച്ചത്. ഭീമൻ്റെ വർത്തമാനം സഹിക്കവയ്യാതെയാണ് അദ്ദേഹം അവിടുന്ന് പോവാനും തീരുമാനിച്ചത്. ഇത്രമേൽ ക്ലിഷ്ടമായൊരു ജീവിതമാണ് ധൃതരാഷ്ട്ര അത്രയും കാലം കഴിച്ചതെങ്കിൽ താൻ ദുര്യോധനൻ്റെ വാഴ്ചയിൽ എന്നതിലധികം യുധിഷ്ഠിരൻ്റെ വാഴ്ചയിൽ സുഖം അനുഭവിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് വെറും ഭംഗിവാക്കാണോ? ആകണമെന്നില്ല, അല്ലെന്ന് തന്നെ കരുതണം.
മേൽവരിച്ച വിധം സമചിത്തത എന്ന ഉത്കർഷം സാധിപ്പാൻ വേണ്ടി ജീവിച്ച ആ ജീവിതം വെറും ഭോഗാത്മകമായിരുന്ന പൂർവ്വജീവിതത്തേക്കാൾ ആശ്വാസകരമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരിക്കണം. ഒരുപക്ഷെ താൻ സമചിത്തനാകുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അവിടെ നിന്നത്. തൻ്റെ മക്കളുടെ കൊള്ളരുതായ്മകളൊക്കെ വീണ്ടും വീണ്ടും പേർത്തും ചിന്തിച്ച് ദുഃഖിച്ച് ജീവിക്കുകയായിരുന്നല്ലോ അദ്ദേഹം. അതൊരു പക്ഷേ അന്ന് കൊള്ളരുതായ്മകൾ ചെയ്ത് ജീവിച്ച ദുര്യോധനോടൊപ്പം ജീവിച്ചതിനേക്കാൾ ഭേദമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം എന്നാണ്. ആശ്വാസകരമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരിക്കണം. ആദർശങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന ക്ലേശം ആത്മശാന്തിപ്രദമാണല്ലോ. ഒരു ആദർശത്തിന് വേണ്ടി താൻ സമചിത്തത നേടുന്നതിന് വേണ്ടിയാണല്ലോ അത് ചെയ്തത്. അത് ആത്മശാന്തിപ്രദമാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ആദർശത്തിൽ എത്തി നിൽപ്പാൻ സാധിച്ചില്ലെന്നത് മാത്രമാണ് ഇതിലെ ദുരന്തത. അമ്പോ അഹങ്കാരജമായ മമതാബന്ധത്തിൻ്റെ മുറുക്കം. അഹങ്കാരം ജനിപ്പിക്കുന്ന മമതാബന്ധമാണ് അദ്ദേഹത്തിന് ശരിക്കും തൻ്റെ മക്കളോടുണ്ടായിരുന്നത്. അത് വിട്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടേ ഇല്ല എന്നാണ് ആ വശം. ഇങ്ങനെ നേരെ മറിച്ച് ആ ഗാഠമായ മമതാബന്ധത്തെ എങ്ങനെ തുച്ഛീകരിപ്പാൻ സാധിക്കുമെന്ന് കവി ഇവിടെ തന്നെ പരഭാഗഭംഗിയോടെ കുന്തി പ്രവൃത്തി കൊണ്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നു. കുന്തി ചെയ്തത് എന്താണ്? തൻ്റെ മക്കളുടെ വിജയത്തിലുള്ള അഹങ്കാരം ഒട്ടും തന്നെ ഇല്ലാതെ ആ ദർപ്പത്തെ പാടെ നിരാകരിച്ചു കൊണ്ടാണ് കുന്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത്ര കാലം പല പല ക്ലേശങ്ങൾ അനുഭവിച്ചപ്പോൾ വല്ലപാടും അവകാശപ്പെട്ട ഐശ്വര്യം നേടി ആശ്വാസം കൊള്ളുന്ന സ്വന്തം മക്കളെ വിട്ടും വെച്ച് കാടുപോകുവാൻ കുന്തിക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. ധൃതരാഷ്ട്രം എത്രയോ കാലം ശ്രമിച്ചിട്ട് പോലും ആ പുത്രന്മാരുടെ വിരഹത്തിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നഷ്ടപ്പെട്ട് അവർ മരിച്ചുപോയല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തൻ്റെ പുത്രനഷ്ടത്തെ അദ്ദേഹത്തിന് അതിജീവിക്കാനും കഴിഞ്ഞില്ല. പക്ഷെ കുന്തിയാകട്ടെ തൻ്റെ പുത്രന്മാരുടെ എല്ലാ നേട്ടവും തുച്ഛമായി നിസ്സാരമായി ഉപേക്ഷിച്ചു എന്നാണ്. ഒരുക്കം കൂട്ടലും ഉണ്ടായില്ല, ദാനധർമ്മങ്ങൾ ചെയ്യുകയുണ്ടായില്ല, മുൻകൂട്ടി ആരോടും വിടവാങ്ങുക പോലും ഉണ്ടായില്ല. സ്വജനങ്ങൾ കനിയാത്ര ചെല്ലും പോലെ ചെന്ന് അതേ വഴിക്കൊന്ന് തിരിഞ്ഞു നിൽക്കുക പോലും ചെയ്യാതെ കാട് പോവുക. എന്തൊരു പുളകോത്ഗമകാരിയായ നിസ്സംഗത! തീർച്ചയായും ആ അമ്മയുടെ കണ്ണിലപ്പോൾ കണ്ണുനീർ ഊറിയിരുന്നു. എന്നാൽ പിന്നാലെ ശാഠ്യം പിടിച്ച് കൂടുന്ന മക്കൾക്ക് അവർ പിന്നീട് ഒരക്ഷരവും മിണ്ടാതായി പോകത്തക്കവണ്ണം അത്ര പരുഷസ്വരത്തിലാണ് അവർ തൻ്റെ നിലപാട് വെളിപ്പെടുത്തി കൊടുത്തത്. തീർച്ചയായും ആ അമ്മയ്ക്കുമുണ്ട് പുത്രസ്നേഹം. എന്നാൽ തൻ്റെ സപത്നീ പുത്രരിൽ ഇളയവനെ ചൊല്ലിയാണ് തനിക്കേറെ ഉത്കണ്ഠ. അതിലും കുറച്ചേ മരിച്ചുപോയ തൻ്റെ മൂത്ത മകനെക്കുറിച്ച് പോലുമുള്ളൂ. കർണനെക്കുറിച്ച് പോലും ദുഃഖം കുറവാണ്. ഏറ്റവും കൂടുതൽ ആകുലപ്പെട്ടത് സഹദേവനെക്കുറിച്ചാണ്. അവനെ നോക്കണം എന്നാണ് പറഞ്ഞത്. ചിരവിധവയായ ഈ ക്ഷത്രിയ സ്ത്രീ തൻ്റെ മക്കളോട് ചെയ്ത അന്ത്യപ്രഖ്യാപനമാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ അംശം. പണ്ട് ശതശൃംഗഗിരിയിൽ വെച്ച് പാണ്ഡുരാജാവ് മരിച്ചു പോവുകയും മാതൃ സ്വന്തം പുത്രരുടെ ഭാരം തങ്കലേൽപ്പിച്ച് അനുമരണം അനുഷ്ഠിക്കുകയും ചെയ്തതിന് ശേഷം ഈ 5 കുട്ടികളെയും ക്ഷത്രിയോചിതമായ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ഏക പ്രയോജനമായിരുന്നു തൻ്റെ ജീവിത ലക്ഷ്യം എന്നാണല്ലോ കുന്തി ഇവിടെ വ്യക്തമാക്കിയത്. പിന്നോക്കം നോക്കിയാൽ നമുക്കത് കാണാനാകും. അന്ന് ഈ അമ്മയും 5 മക്കളും അരക്കില്ലത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി ഏകചക്രയിൽ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ബ്രാഹ്മണ വേഷം പൂണ്ട് താമസിക്കുകയായിരുന്നു. അന്നാട്ടിലെ അധിപതിയായ ഭഗൻ്റെ ശാപ്പാടിന് ഊഴപ്രകാരം ആ ബ്രാഹ്മണൻ ഒരാളെ അയക്കേണ്ട ഘട്ടം വന്നപ്പോൾ കുന്തി തൻ്റെ മക്കളിൽ രണ്ടാമത്തവനെ അയച്ചു കൊടുക്കാമെന്നേറ്റു. ഇതറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ കയർത്തു. എന്തു കടുത്ത സാഹസമാണ് അമ്മ ചെയ്തത്! അന്യരുടെ മക്കൾക്ക് വേണ്ടി സ്വന്തം മകനെ ഉപേക്ഷിക്കുകയോ? ഈ ഭീമൻ്റെ കൈകളെ ആശ്രയിച്ചാണ് നാം സ്വസ്ഥമായി ഉറങ്ങുന്നതും ക്ഷുദ്രന്മാർ തട്ടിയെടുക്കാത്ത രാജ്യേശ്വര്യം വീണ്ടെടുക്കാമെന്ന് കരുതുന്നത്. ദുഃഖാനുഭവങ്ങൾ കൊണ്ട് അമ്മയുടെ ബുദ്ധി കെട്ടുപോയോ എന്ന് ചോദിച്ചു. അത് ഏകചക്രയിൽ ഭഗന് ഭക്ഷണമാകാൻ വേണ്ടി ഭഗൻ ഒരു ദിവസം ഓരോ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കണം. ഭക്ഷണം കൊണ്ടു കൊടുത്താൽ ഭഗൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും, കൊണ്ടു ചെല്ലുന്ന ആളെയും കഴിക്കും, ആ വണ്ടിയും വരുന്നു. അങ്ങനെയായിരുന്നു ഭഗൻ. അങ്ങനെ താൻ താമസിക്കുന്ന വീട്ടിലെ ബ്രാഹ്മണൻ്റെ കുട്ടി ഭക്ഷണം കൊണ്ടുപോകണം. പകരം കുന്തി പറഞ്ഞു, വേണ്ട, ഭീമൻ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അതിനെയാണ് യുധിഷ്ഠിരൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. യുധിഷ്ഠിര, പരിഭ്രമിക്കണ്ട, കുന്തി പറഞ്ഞു. എനിക്ക് ഒരു ബുദ്ധിമോശവും പിടഞ്ഞിട്ടില്ല. നാം ഈ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ സുഖമായി താമസിച്ചതിന് പ്രത്യുപകാരം ചെയ്യണം. കൃതജ്ഞതയുള്ളവനേ മനുഷ്യനാകൂ. ഭീമൻ്റെ കയ്യൂക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. ബ്രാഹ്മണനെ സഹായിക്കുക എന്നത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്.
അങ്ങനെ പ്രത്യുപകാരവും ധർമ്മവും രണ്ടും ഇവിടെ സാധിക്കാനുണ്ട്. ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം, യുധിഷ്ഠിരൻ സാക്ഷാൽ ധർമ്മദേവൻ്റെ ആത്മജനായിരുന്നിട്ടും ആദ്യകാലത്ത് സങ്കുചിത ബുദ്ധിയായ ഒരു സാമാന്യ മനുഷ്യൻ മാത്രമായിരുന്നുവെന്നും ഈ അമ്മയാണ് അദ്ദേഹത്തെ ഇത്രത്തോളം സംസ്കരിച്ചു കൊണ്ടുവന്നതെന്നും. ഒരു സാധാരണക്കാരനെ പോലെയാണ് ധർമ്മപുത്രൻ അന്ന് പെരുമാറിയത്. ഈ അമ്മയുടെ ഓരോ വാക്കുകളുമാണ് ധർമ്മപുത്രരെ മാറ്റത്തിലൂടെ സംസ്കരിച്ച് അവസാനം നമ്മൾ കാണുന്ന ധർമ്മപുത്രരാക്കി മാറ്റിയത് എന്നാണ് പറയുന്നത്. ആ 12 വനവാസത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ സാക്ഷാൽ ധർമ്മദേവൻ ഒരു യക്ഷൻ്റെ വടിയു പൂണ്ടുവന്ന ഭീമാദികളെ മരിച്ച മട്ടിലാക്കിയിട്ട് ഇവരിൽ ഒരുവനെ ജീവിപ്പിച്ചു തരാം, അതാരെ വേണം എന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ നകുലനെ ആവശ്യപ്പെടുകയും ബലവീര്യസമ്പന്നനായ ഭീമാർജുനരെ വിട്ട് ആ വിമാതൃ സഹോദരനെ തേടിയതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ധർമ്മജാത്മാവിൻ്റെ മാഹാത്മ്യത്തിലൊന്നാണല്ലോ. ആ മാഹാത്മ്യം തൻ്റെ സപത്നിയുടെ കുട്ടികളെ നിർവിശേഷമായി സ്നേഹിക്കുകയും എന്നല്ല, പ്രകൃതത്തിൽ കണ്ടവിധം അതിൽ ഇളയവനിൽ മാതൃജനോചിതമായി കൂടുതൽ അരിമ കൊള്ളുകയും ചെയ്ത ഈ കുന്തി പഠിപ്പിച്ചു അല്ലെങ്കിൽ മറ്റെന്താണ്? അതായത് അന്ന് നകുലനെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? തൻ്റെ അമ്മയുടേതല്ലാതെ മറ്റേ അമ്മയുടെ ഒരു പുത്രൻ തൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. താനുണ്ട് തൻ്റെ കൂട്ടത്തിൽ, തനിക്ക് ഒരു സഹോദരനെ മാത്രമാണ് വിട്ടുകിട്ടുന്നതെങ്കിൽ അത് മാതൃയുടെ ഒരു പുത്രനെ മതി എന്ന് തീരുമാനിച്ചു ധർമ്മപുത്രർ. അങ്ങനെ തീരുമാനിക്കാൻ ധർമ്മപുത്രരെ സഹായിച്ചത് ഈ അമ്മ സംസ്കരിച്ചുണ്ടാക്കി കൊടുത്ത ഒരു സംസ്കാരത്തിൽ നിന്നാണ് എന്നാണ്. യുദ്ധോദ്യോഗത്തിൽ കുന്തി വിദുളാവാക്യം കൊണ്ടും മറ്റും ഇവരുടെ ക്ഷത്രിയ വീര്യം ഉദ്ദീപിപ്പിച്ചുവിട്ട കഥ നാം വായിച്ചു. മറ്റൊന്ന് നോക്കുക, ഭാരതം വായിച്ചാൽ കുന്തിക്ക് മറ്റാരിലും എന്നതിലധികം സ്നേഹമുള്ളത് കർണനിലാണെന്ന് കാണാം. ആ സൂര്യാത്മജനും ധർമ്മജാതികളും തമ്മിൽ ഇണങ്ങിക്കണ്ടാൽ കൊള്ളാമെന്നും കുന്തി സ്വാഭാവികമായി വിചാരിച്ചു. യുധിഷ്ഠിരനോട് വിവരം പറഞ്ഞാൽ അത് പക്ഷേ നിറവേറ്റുകയും ചെയ്തേനെ. എങ്കിലും അവരത് ചെയ്തില്ല. ചെയ്താൽ യുധിഷ്ഠിരന് കർണന് കീഴ്വഴങ്ങി നിന്നേക്കും. ഭർത്താവിൻ്റെ സന്തതികൾക്ക് വിജിഗീഷുകത വളർത്തി അവരെ ക്ഷത്രിയോചിതമായി പദവിയിലെത്തിക്കുക എന്ന തൻ്റെ ക്ഷത്രിയ സ്ത്രീധർമ്മം പിഴച്ചു പോയേക്കും. അതുകൊണ്ടവർ ആ സ്വധർമ്മത്തിന് മുന്നിൽ തൻ്റെ മാതൃവാത്സല്യത്തെ പോലും ബലികഴിച്ചു. കർണന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് പോലും ധർമ്മപുത്രരോട് ആ സത്യം പറഞ്ഞില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ധർമ്മപുത്രർ കർണനെ ജ്യേഷ്ഠനായി അംഗീകരിച്ചേനെ. പക്ഷെ പാണ്ഡുവിൻ്റെ മക്കളിൽ ഒരാൾ മറ്റൊരാളിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കണം എന്നവരാഗ്രഹിച്ചില്ല. അതാണ്. അങ്ങനെ കുന്തി ഇവിടെ വെളിപ്പെടുത്തിയ ഈ നിസ്സംഗത അവർക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആഗ്രഹിച്ചതിനും മക്കളെ സുസ്ഥിതിയിൽ എത്തിച്ചേർന്നതിൽ നിന്നുണ്ടായതുമല്ല. മേൽവരിച്ചവരും പലകാലമായി പരിശീലിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ അന്ധദമ്പതിമാർക്ക് കേവലം ദുർനിവാരമായിരുന്ന മമതയെ കുന്തിക്ക് എളുപ്പത്തിൽ കീഴടക്കാൻ സാധിച്ചത്. ധൃതരാഷ്ട്രം ഗാന്ധാരിയും വളരെ കഷ്ടപ്പെട്ട് ദാനധർമാദികൾ ചെയ്ത് അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യാതൊന്നും ചെയ്യാതെ ഇറങ്ങിപ്പോവാൻ കുന്തിക്ക് പറ്റിയത് എത്രയോ കാലമായി കുന്തി മനസ്സുകൊണ്ട് ഇതിനൊക്കെ പരിശീലിക്കുകയാണ്. ഓരോന്നും ഉപേക്ഷിക്കാൻ, ഓരോന്നും സഹിക്കാൻ, ഓരോ കഷ്ടതകൾ അനുഭവിക്കാനൊക്കെ. ആ പരിശീലനമാണ് അവരെ പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞവർക്ക് അറിവുണ്ടായിട്ടും സ്വന്തം മക്കളെ പിതൃധർമ്മത്തിൽ നിന്ന് ശ്രേയോമാർഗത്തിലേക്ക് നയിക്കുവാൻ കഴിവുണ്ടായില്ല. ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും അവരുടെ മമത സ്വധർമ്മ നിർവഹണമായി പരിണമിക്കാതെ അജീർണമായി കിടന്നു. കുന്തിയാകട്ടെ തൻ്റെ മമതയെ മുഴുവനും മാതൃധർമാനുഷ്ഠാനമായി മക്കളിലേക്ക് പകർന്ന് കൃതകൃത്യയായി തീർന്നു. കുന്തി തൻ്റെ ധർമ്മം മുഴുവൻ മക്കളിലേക്ക് പകർന്നു കൊടുത്തു. പക്ഷെ മറ്റവർക്ക് രണ്ടുപേർക്കും അത് സാധിച്ചില്ല എന്നാണ്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഗാന്ധാരിയുടെ മാഹാത്മ്യത്തെ ഇടിച്ചു താഴ്ത്തുകയല്ല. തന്നെ വിവാഹം ചെയ്യുവാൻ പോകുന്ന ആൾ അന്ധനാണെന്ന് കേട്ടപ്പോൾ ഭർത്താവിനുള്ളതിലേറെ എനിക്കും വേണ്ട എന്ന് വെച്ച് ഒരു ശീല എടുത്തു മടക്കി എന്നേക്കുമായി തൻ്റെ കണ്ണ് കെട്ടിയവളും ഭാരതയുദ്ധം നടന്ന 18 ദിവസവും ദുര്യോധനൻ പടക്കളത്തിലേക്ക് പോകുമ്പോൾ വന്ന് അഭിവാദനം ചെയ്ത് അമ്മേ, ശത്രുക്കളോട് പൊരുതുവാൻ പോകുന്ന എന്നെ ആശീർവദിക്കൂ എന്നിരുന്നപ്പോഴെല്ലാം യഥോ ധർമ്മസ്തതോ ജയ എന്ന് മാത്രം ആശീർവദിച്ചു പോന്നവളുമായ ഗാന്ധാരി മറ്റൊരു ഉജ്ജ്വല തേജസ് തന്നെ. ഇവർക്ക് തമ്മിൽ താരതമ്യമില്ല. അഥവാ ഈ പ്രവൃജ്യായാത്രയിൽ കാണും പോലെ ഗാന്ധാരി കുന്തിയുടെ ഗുരുജനമാണ്. കണ്ണിരുന്നിട്ടും അന്ധയായി ചമന്ന ഗാന്ധാരിയെ നയിക്കാൻ കുന്തിയും വേണം. എന്നാൽ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ അവസാനത്തെ സെൻറ്റൻസ് പാർത്ഥൻ, കൗന്ദേയർ എന്നും പാർത്ഥരെന്നുമുള്ള പേരിൻ്റെ ഔചിത്യം
ഈ അവസാനത്തെ സെൻറ്റൻസാണ്. എന്നാൽ വ്യാസൻ ലോകത്തിലെ അമ്മമാർക്കുള്ള സന്ദേശം നൽകിയിട്ടുള്ളത് കൃഷ്ണൻ്റെ പിതൃസ്വഭാവായ കുന്തിയിലൂടെയാണെന്ന് തീർത്ത് പറയാം. അച്ഛൻ പെങ്ങളാണല്ലോ, കൃഷ്ണൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്, വസുദേവരുടെ സഹോദരിയാണ് കുന്തി. അതാണ്, ഇതുകൊണ്ട് അപ്പച്ചിയാണ് അച്ഛൻ പെങ്ങൾ. അതുകൊണ്ട് തന്നെയാവാം ധർമ്മജാതികൾക്ക് അമ്മ വഴിക്ക് കിട്ടിയ പാർത്ഥൻ, കൗന്ദേയൻ എന്നീ പേരുകൾ അത്ര സുപ്രതിഷ്ഠമായത്. ഈ ചോദ്യമാണ് ചോദിച്ചത്. വ്യാസൻ ലോകത്തിലുള്ള അമ്മമാർക്കുള്ള സന്ദേശം നൽകിയിട്ടുള്ളത് കുന്തിയിലൂടെയാണ് എന്ന് കുട്ടിക്കൃഷ്ണന്മാരാർ പറയുന്നതിൻ്റെ ഔചിത്യം പരിശോധിക്കുകയാണ്. അതായത് കൃഷ്ണൻ്റെ അമ്മായിയാണ്, അച്ഛൻ പെങ്ങളാണ് കുന്തി എന്ന് പറയുന്നത്. ശൂരസേനൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മക്കളാണ് പൃഥ, കുന്തിയും അതുപോലെ തന്നെ വസുദേവരും. അവർ രണ്ടുപേരും ശൂരസേനൻ്റെ മക്കളായിരുന്നു. ഈ പൃഥയെ പിന്നീട് കുന്തി ഭോജൻ മകളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ദത്തെടുത്തു. അങ്ങനെ ദത്തെടുത്തപ്പോഴാണ് കുന്തി എന്തായിട്ടും പൃഥ കുന്തിയായിട്ട് മാറിയത്. അതുവരെ ശൂരസേനൻ്റെ പുത്രി പൃഥയായിരുന്നു. അപ്പോൾ ഇവിടെ പാർത്ഥനെന്നും കൗന്ദേയനെന്നും രണ്ട് പേര് പാണ്ഡവർക്ക് കൊടുത്തിരിക്കുന്നതിൽ അർത്ഥവത്താണ്. കാരണം ഇത്രയും ധർമ്മിഷ്ഠയായ, ഇത്രയും സംസ്കാര സമ്പന്നയായ, ഇത്രയും സ്വയം പരിശീലിപ്പിച്ചെടുത്ത ഒരമ്മയുടെ മക്കൾ ആയതുകൊണ്ടാണ് അവർക്ക് അമ്മ വഴിക്ക് തന്നെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്, പാർത്ഥരെന്നും കൗന്ദേയരെന്നും എന്നാണ് കുട്ടിക്കൃഷ്ണന്മാരാർ ഈ ലേഖനത്തിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ലേഖനത്തെക്കുറിച്ച് അടുത്ത ദിവസം പറയാം. ഒരെണ്ണം കൂടെ ഉള്ളൂ, ധർമ്മപരീക്ഷകൾ. അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.